വളരെ സന്തോഷം. നിങ്ങളുടെ ഒരു ഗസ്റ്റായിട്ട് ഇന്ന് വരാൻ സാധിച്ചതിൽ നിങ്ങളെ പങ്കെടുക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ ലീഡേഴ്സിനോടൊക്കെ നന്ദി പറയുകയാണ്. ഇതിനോടൊപ്പം തന്നെ സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഈ പുതുവർഷത്തില് നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ, ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനും ഈ വർഷം 2025 വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലൊക്കെ ഒരു വെളിച്ചമായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. പിന്നെ ഞാനൊന്ന് ചെറുകിലൊന്നും പരിചയപ്പെടുത്താം. എന്റെ പേര് മുരളി കൃഷ്ണഗിരി. ഞാൻ താമസിക്കുന്ന കൃഷ്ണഗിരി എന്ന് പറയുന്ന വയനാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 4.5 വർഷമായി. ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് എന്റെ ഒരുപാട് കാലത്തെ ഫ്രണ്ടായിട്ടുള്ള നമ്മളുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ഷമീർ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഈ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങൾ. കാരണം ഇതിനു മുന്നേ ഞങ്ങൾ ഒന്നിച്ച് മറ്റൊരു കമ്പനിയിൽ ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്തതാണ്. ആ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്ത് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഇന്ത്യയിൽ നിരോധനം വരികയും ഞാൻ അന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്തിരുന്നത് കോയമ്പത്തൂരാണ്. അവിടുന്ന് നാട്ടിലേക്കൊക്കെ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളും ചെറിയൊരു ഷോപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രജീഷ് കാവിൽ CTC ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആദ്യത്തെ കമ്പനി. അങ്ങനെ നിരോധനം കാര്യങ്ങളൊക്കെ വന്നു. ഓരോ വഴികളിലേക്ക് തിരിഞ്ഞുപോയി. പിന്നീട് ഞാൻ അതിനു മുമ്പ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിലൂടെ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അങ്ങനെ പിന്നീട് വന്ന് നമ്മളുടെ ഈ കമ്പനിയെ കുറിച്ച് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് എന്നോട് പ്ലാൻ പറയുന്ന സമയത്ത്, പ്ലാൻ പറയാൻ വേണ്ടിയിട്ടല്ല, വേറെ ചില കാര്യങ്ങളെ കുറിച്ച് എന്നിലേക്ക് ഒരു റൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് തവണ അദ്ദേഹത്തിന് എന്റെ ഷോപ്പിൽ നിന്ന് ചീത്ത പറഞ്ഞു വിടുകയും അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരുപാട് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഒരിക്കലും എന്നെ വിടാൻ തയ്യാറായില്ല. എന്നെ നിരന്തരം ഫോളോ ത്രൂ ചെയ്യുകയും അങ്ങനെ ഏകദേശം 1 വർഷത്തോളം എന്നെ ഫോളോ ത്രൂ ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തിയത്. ഇന്ന് അദ്ദേഹത്തിന് എന്നിലൂടെ ഏകദേശം 3.5 കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് ഉണ്ടാക്കാൻ സാധിച്ചു ഞാൻ വന്നതിന് ശേഷം എന്റെ ടീമിലൂടെ. ഞാനിത് ആദ്യം തന്നെ ഇത് പറഞ്ഞത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലരും ഒരു തവണയോ 2 തവണയോ ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ നമ്മളോടൊരു മുഖം കറുപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ അവരെ വഴിയിൽ ഉപേക്ഷിച്ചു പോകും. അതായത് നമ്മൾ 99% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി 1% കാര്യം കൂടി ചെയ്യാനുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഒക്കെ നെഗറ്റീവ് ഉണ്ടാവാം. വീട്ടിലാരെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവാന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ബിസിനസ് ചെയ്തിട്ട് എന്റെ വൈഫിന്റെ 60 പവനോളം സ്വർണം ഇതിനു മുമ്പ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ എന്റെ ഒരു വീടും സ്ഥലവും ഉണ്ടായിരുന്നത് ബാങ്ക് ജപ്തി ചെയ്തൊക്കെ പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ വീണ്ടും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അങ്ങനെ ഞാൻ നമ്മളുടെ കൊറോണയ്ക്കൊക്കെ മുമ്പ് ബത്തേരി റീജൻസി ഹോട്ടലിൽ നടന്ന GTSകൾ എന്റെ വൈഫിനെയും മൂത്ത മോനെയും പറഞ്ഞു. ഏകദേശം അവരൊരു 4-5 മീറ്റിങ്ങിന് പോയതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇത് കുഴപ്പമില്ല, നല്ല കമ്പനിയാണ്, നല്ല പ്രോഡക്റ്റ് ആണ്, ഒരുപാട് ആളുകൾ അച്ചീവേഴ്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാമെന്ന് ശരിക്കും എന്റെ നല്ല പകുതി, എന്റെ ജീവിതത്തിന്റെ പങ്കാളി എനിക്ക് സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പൊ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. സമ്മതം കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടില് ഐഡിയ അടിച്ചു, പ്രോഡക്റ്റ് വാങ്ങി, വീട്ടിലൊരു ഹോം മീറ്റിംഗ് നടത്തി. 13 ആളുകൾ പങ്കെടുത്തു. അതിലൊരാളും എന്റെ കൂടെ ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാന് ഇതിനു മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്പനികളിലൊക്കെ അവരെ ജോയിൻ ചെയ്യിച്ചതായിരുന്നു. ഞാൻ വിജയിച്ചിട്ടില്ല. വിജയിക്കാത്ത ഒരാളുടെ കൂടെ ആരെങ്കിലും, അത് തന്നെയല്ല ട്രഡീഷണൽ ബിസിനസ്സിലും പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ വീണ്ടും ഞാനും എന്റെ വൈഫും കൂടി ആലോചിച്ചു എന്താണ് ചെയ്യുക. ഈ ബിസിനസ് ചെയ്തേ പറ്റൂ, കാരണം ഇതൊരു എസെൻഷ്യൽ ആണ്. എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ പറ്റൂ വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. അങ്ങനെ വൈഫിന്റെ സുഹൃത്തുക്കളിലൂടെ ഏതാണ്ട് 32-33 പേർക്ക് പ്ലാൻ കൊടുത്തിട്ടാണ് ആദ്യത്തെ ഒരു എൻട്രി എനിക്ക് കിട്ടുന്നത്. അതിലൂടെ ഡെവലപ്പ് ചെയ്തു. ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ടീം, നൂഷ സാറെ പോലെയുള്ള
രാമേന്ദ്ര സാറെ പോലെയൊക്കെയുള്ള STCകളെയൊക്കെ ബിൽഡ് ചെയ്യാൻ വലിയ രീതിയിലുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. ജീവിത വിജയത്തിലേക്ക്, ബിസിനസ്സിൽ മാത്രമല്ല ജീവിത വിജയത്തിലേക്കുള്ള നല്ല പാഠങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിന് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഡയമണ്ട്സ് ആണ്. അതായത് നമ്മളൊക്കെ ഡയമണ്ടുകളായി മാറുന്ന ആളുകളാണ്. ഈ ഡയമണ്ടിന്റെ ഇത് പറയുമ്പോൾ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയിരിക്കുന്ന ഡയമണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കോഹിനൂർ രത്നമാണെന്ന് നമുക്കറിയാം. അത് കിട്ടിയത് നമ്മളുടെ ഇന്ത്യയിലെ കൊൽക്കത്ത പാലസ് എന്ന് പറയുന്ന ആന്ധ്രയിലുള്ള ഹൈദരാബാദിലുള്ള അവിടെ നിന്നാണ് അത് ലഭിച്ചത്. ഞാൻ ആ ഡയമണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡയമണ്ട് അതാണെന്നാണ് പറയുന്നത്. ഈ ഡയമണ്ടുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു കാർബൺ കഷ്ണം വലിയ മലനിരകളിൽ നിന്ന് വെള്ളത്തിലൂടെ ഒഴുകി വന്ന് അത് നദീതടത്തിലേക്ക് എത്തുമ്പോൾ കണ്ടുപിടിച്ച് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഉരസലുകളും നമ്മുടെ കൂർത്തതും മൂർച്ചയുള്ളതുമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളിലുള്ള മാറ്റം, നമ്മുടെ ആളുകളിലുള്ള പെരുമാറ്റം മാറുമ്പോഴാണ് നമ്മളൊരു ഡയമണ്ടായി മാറും. നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ്സിലൊക്കെ ഡയമണ്ട് ആയിട്ട് ആളുകൾ എത്ര മാത്രം നമുക്ക് നമ്മളോട് മാത്രം നമ്മളതോളം കഴിച്ചു. അപ്പൊ ആ രീതിയിൽ നമ്മളും നമ്മളെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മള് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഇതില് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇതില് ഈ ബിസിനസ്സിലേക്ക് ആളുകൾ ഇപ്പൊ ക്ലിയർ ആണോ മാഡം? ക്ലിയർ ആണോ മക്കള്? നമുക്ക് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു വ്യവസായി എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന്, നമ്മളുടെ കൂടെ കൂടുതൽ ആളുകളെ ബിസിനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റ് CRA നാഷണൽ സ്റ്റോക്കിസ്റ്റ് അങ്ങനെ നമ്മൾ റീറ്റെയിലർ എടുത്തുന്നു. ഇതിന്റെ 40% മുതൽ 70% വരെ അതിന്റെ ഇന്റർമീഡിയറ്ററി കോസ്റ്റ് അല്ലെങ്കിൽ പറയുന്ന പരസ്യക്കാരുടെ കൊടുക്കുന്നു. അവിടെ നമ്മളൊരു MRP കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് വരുന്ന വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് പ്രോഡക്റ്റ് വരുന്നു, അവിടുന്ന് നമ്മളെ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തുകയും ഈ വരുന്ന 70% നമ്മളിലേക്ക് തിരിച്ചു തരികയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഒരു വേൾഡ് വൈഡ് ഫ്രാഞ്ചൈസിയാണ് നമുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മളുടെ നാട്ടിൽ ഒരു ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഒക്കെ ഒരു ഏജൻസി എടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കണം? അവിടെ ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് ഈ നമ്മളുടെ എൻ്റയർ പ്രോഡക്റ്റിന്റെ എലമെന്റ്സിന്റെ ആവട്ടെ, ഓണാണോന്റെ ആവട്ടെ, അത് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളെ നമ്മുടെ ബിസിനസിന്റെ വലിപ്പം നിങ്ങൾ ആലോചിക്കുകയും ഒരു ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഒരു ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ FMCG അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഒറ്റ ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി കിട്ടണമെങ്കിൽ പോലും നമ്മൾ ലക്ഷക്കണക്കിന് കൊടുക്കും. അതേപോലെ തന്നെ അതൊരു ഏരിയയിൽ മാത്രമേ കിട്ടും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബത്തേരി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു ഏരിയ തരും. അതിനപ്പുറത്ത് പോയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോകത്തെവിടെയും, ഇന്ന് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്താണെങ്കിൽ നാളെ ലോകത്തെവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് വൈഡ് ഫ്രാഞ്ചൈസിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഇൻഡസ്ട്രിയില് കമ്മീഷൻ കൊടുക്കുന്നത് മാത്രം, വേൾഡ് വൈഡ് കമ്മീഷൻ കൊടുക്കുന്നത് മാത്രം $178 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അപ്പൊ നമ്മളെ വ്യവസായത്തിന്റെ വലിപ്പം എന്താണെന്ന് നമുക്കറിയാം. അത്രമാത്രം ഒരു വലിയ വ്യവസായമാണ് നമുക്കുള്ളത്. അത് ഒരു ദിവസം എന്ന് പറയുന്നത് 200 മില്യൺ ആണ് കമ്മീഷനായിട്ട് ലോകത്തില് കൊടുക്കുന്നത്. ഏത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസില് വേൾഡ് വൈഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 200 ബില്യൺ ആണ്. ഒരു മാസം എന്ന് പറയുന്നത് 6 ബില്യൺ ആണ്. ഒരു വർഷം എന്ന് പറയുന്നത് 71 ബില്യൺ. ഇത്രയും ആണ് നമ്മളുടെ വേൾഡ് വൈഡ് ഇത് പോകുന്നത്. ഇന്ത്യനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ ഫ്യൂച്ചർ ഉള്ള ഒരു മേഖലയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ നമ്മളുടെ
പറയുന്ന കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2050 ആകുമ്പോഴത്തേനും ഇത് വലിയ രീതിയിൽ വികസിക്കുകയും നമ്മളുടെ 2025 മുതൽ 2050 ആകുമ്പോഴത്തേനും ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഏകദേശം 35-40% ആളുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്ന പറയും. 150 കോടി പോപ്പുലേഷൻ ഉള്ള നമ്മുടെ രാജ്യത്തെ 40-50% ആളുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു. വലിയ രീതിയിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്കാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% നിയമവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. യൂണിയനുകളുടെ സപ്പോർട്ട് ഉണ്ട്. യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലാത്ത ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക, അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ ശക്തമാക്കുക. നമ്മളുടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അത് പറയുമ്പോൾ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഈ പഞ്ചായത്തിലെ മീനങ്ങാടി പഞ്ചായത്തിലെ ഏറ്റവും മോശം വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എനിക്ക് നല്ല വീടുണ്ടായിരുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങളോട്. അതെല്ലാം ബാങ്ക് ജപ്തി ചെയ്ത് പോയതാണ്. അവിടെ നിന്ന് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ ഏകദേശം 1600 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 4 ബെഡ്റൂമുള്ള ഒരു വീട് എനിക്ക് പണിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഒരു ബിലീഫും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ബിസിനസ്സിലൂടെ. നമുക്കിതിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിലൊക്കെ വരണമെങ്കിൽ ഒന്ന് ബറാക് ഒബാമയുടെ ഒക്കെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇഫ് യു വാണ്ടഡ് ടു ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച്. നമ്മളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താതെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ, നമ്മൾ ആരെങ്കിലും ഒക്കെ പഴിച്ചിട്ട്, ലീഡറിനെയോ അല്ലെങ്കിൽ നമ്മളെ ടീമിനെയോ ഒക്കെ പഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും എവിടെയും എത്താൻ പറ്റില്ല. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം, പരസ്പരം സഹായിച്ചുകൊണ്ട് മറ്റുള്ള മേഖലയിലെ മാതിരിയല്ല. മറ്റുള്ള മേഖലയിലൊക്കെ അറിയാം, ഒരാൾ അവിടെ നമ്മളുടെ മുകളിൽ ഒരു ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു താഴെ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയാണ്. കാരണം എന്താ, നമ്മളെക്കാളും അയാൾ നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ നമ്മളുടെ ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കാനും പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വോളിയങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ABCD ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ്. എന്തൊക്കെയാണ് ABCD എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആറ്റിറ്റ്യൂഡ്, 2 ബിലീഫ്, 3 കമ്മിറ്റ്മെന്റ്, 4 ഡ്യൂപ്ലിക്കേഷൻ. ഇതിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മനോഭാവത്തില് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറഞ്ഞാലും നമ്മളെ ചില സുഹൃത്തുക്കൾ എന്തു പറഞ്ഞാലും അതിന് നോ പറയും. അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, അവൻ ശരിയാവില്ല, അവള് ശരിയാവില്ല, കാലാവസ്ഥ ശരിയില്ല, എന്താ പറയുക, ഇന്ന് ഭയങ്കര തണുപ്പാണ്, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര മഴയാണ്. കാണുന്നതിന് മുഴുവൻ കാരണങ്ങൾ കണ്ടെത്തുകയും എക്സ്ക്യൂസുകൾ പറയും. നമ്മളിപ്പോ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് പറയും അവന്റെ കയ്യിൽ കാശില്ല, അവൻ കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്, അത് ഭയങ്കര കഷ്ടത്തിലാണ്. അതായത് ഒരു പ്രീ ജഡ്ജ്മെന്റ്, എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു മുൻവിധിയോട് കൂടിയിട്ട് സമീപിക്കുന്ന ആളുകളാണ് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾ. എന്നാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളോ, അവർ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന ആളുകളായിരിക്കും. ഇന്നത്തെക്കാൾ നല്ല രീതിയിൽ നാളെ ജീവിക്കണം, ഇന്നത്തെക്കാൾ വളരെ മനോഹരമായിട്ട് നാളെ ജീവിക്കണം, ഇന്നത്തെക്കാൾ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം, എന്റെ നാട്ടിലുള്ള ആളുകളെയൊക്കെ എനിക്ക് ഒരുപാട് ആളുകളെ സഹായിക്കണം. അതുപോലെ തന്നെ ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ വേണ്ടത്? 1 നല്ല ഡ്രസ് കോഡായിരിക്കും. എന്ന് പറഞ്ഞിട്ട് നമ്മൾ വില കൂടിയ 5000-ന്റെയും 10,000-ന്റെയും ഒക്കെ ചുരിദാറോ അല്ലെങ്കിൽ പാന്റ് ഷർട്ടോ അല്ലെങ്കിൽ വില കൂടിയ 10,000-ന്റെ ഒക്കെ ഷൂ പോയി വാങ്ങണമെന്നല്ല പറയുന്നത്. നമുക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ചുളിവില്ലാതെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഒരു ഷേവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ഷേവ് ചെയ്ത് മീശയൊക്കെ ക്ലീൻ ആയിട്ട് വെട്ടി നിർത്തി, അല്ലാതെ ഒരു വില്ലനെ മാതിരി കൊമ്പൻ മീശയൊക്കെ വെച്ച് ഒരു ഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റി ഇറക്കിയിട്ട് പകുതി മടക്കി വെച്ച് ഇൻഷർട്ട് ചെയ്യാതെ എന്താ പറയാ, ഒരു
ഒരു അലംഭാവത്തോടു കൂടിയൊക്കെയാണ് നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ബിസിനസ് പറയാൻ പോകുന്നതെങ്കിൽ നമ്മൾ പറയുന്ന ബിസിനസ് 2,10,000 രൂപ ആഴ്ചയിൽ കിട്ടുന്ന, ദിവസം 30,000 കിട്ടുന്ന ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു മാന്യതയിലും വൃത്തിയിലും ഒക്കെ നമ്മൾ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, പഠിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും. നമ്മൾ എന്നും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളുടെ ഒരു അസോസിയേറ്റ് വിളിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവാതെ നമ്മളോട് വിളിക്കുമ്പോൾ നമ്മളെ ലീഡേഴ്സിനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, ഓരോ പ്രാവശ്യം നമ്മളെ ലീഡേഴ്സിനെ വിളിച്ച് സംസാരിക്കുമ്പോഴും അവരിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് ഉണ്ട്. ഈ നമ്മളെ കമ്പനീനെ സംബന്ധിച്ചോട്ടെ അല്ലെങ്കിൽ ഈ ബിസിനസിനെ സംബന്ധിച്ചോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മളൊരു പഠിക്കാൻ പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കു FM പോലുള്ള ഓഡിയോ ബുക്കുകളൊക്കെ കിട്ടുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ കയറിയിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള നോളജുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതൊക്കെ നമ്മളുടെ ടീമിന് പറഞ്ഞു കൊടുക്കുകയും വരാൻ പോകുന്ന അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. വിജയിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു വിജയിയുടെ ആറ്റിറ്റ്യൂഡ്, വിജയിച്ച ആളുടെ ആറ്റിറ്റ്യൂഡ്, വിജയിക്കാൻ പോകുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് അല്ല. നമ്മൾ വിജയിച്ച ആളായിട്ട് നമ്മൾ അഭിനയിക്കണം. ഞാൻ പറയാം, എന്റെ ഭാഷ പറയുകയാണെങ്കിൽ അഭിനയിക്കണം. കാരണം എന്താ, നമ്മളൊരു നേട്ടമുള്ള ആളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അഭിനയിക്കുമ്പോഴാണ് നമ്മളെ ന്യൂറോൺസ് വർക്ക് ചെയ്യുക. NLP എന്നൊക്കെ കേട്ടിട്ടില്ല, ന്യൂറോൺസ് വർക്ക് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ നല്ല ഡ്രസ് കോഡ് ഇട്ട് നല്ല രീതിയിൽ നടക്കുമ്പോൾ നല്ലൊരു പണക്കാരനായിട്ട്, നല്ലൊരു വ്യവസായി ആയിട്ട് നിങ്ങൾ കുറേ ദിവസം നടന്നു നോക്കിയും തനിയെ നിങ്ങളെ അത് ആകർഷിക്കാൻ തുടങ്ങും. ഈ ലോകത്തിലുള്ളത് മുഴുവൻ നമുക്കറിയാം എനർജിയാണ്, പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് എല്ലാം ഉള്ളത്. അങ്ങനെ നല്ല ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ ഭാവം ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തോ ഒരു ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളൊരു തോന്നൽ, ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും. നമ്മളൊക്കെ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നില്ല, ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, വളരെ നല്ല രീതിയിൽ വലിയ രീതിയിലൊക്കെ ഇതാകുന്ന ആളുകളെ നമ്മൾ പ്രത്യേകിച്ചും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് വലിയ 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 സ്വപ്നങ്ങളുള്ള ആളുകളായി ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മളൊരു ലിമിറ്റേഷൻ വെക്കാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രെയിനിങ്ങിൽ വന്നപ്പോ, പണ്ടൊക്കെ നമ്മൾ മെർസിഡസ് ബെൻസിനെ കുറിച്ചും നമ്മള് BMW കുറിച്ച് ഡ്രീമിനെ കുറിച്ച്, കാറുകളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ ലംബോർഗിനെ കുറിച്ചും അതുപോലെ ബുഗാട്ടി പോലെയുള്ള വലിയ വലിയ കാറുകളെ കുറിച്ചും സ്വന്തമായിട്ട് വിമാനം, ഫ്ലൈറ്റ് ഒക്കെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലേക്ക് വലിയ രീതിയിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റണം എന്നാണ് പറയുന്നത്. ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ABCDയിൽ രണ്ടാമത്തേതാണ് ബിലീഫ് എന്ന് പറയുന്നത്. ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ബിലീഫ് വേണ്ടതെന്ന് വെച്ചാൽ, 1 കമ്പനിയിൽ ബിലീഫ് വേണം, 2 പ്രോഡക്റ്റിൽ ബിലീഫ് വേണം, 3 ഇൻകം പ്ലാനിൽ ബിലീഫ് വേണം, 4 അപ്ലൈൻ ലീഡേഴ്സിൽ ബിലീഫ് വേണം, 5 കൺസെപ്റ്റിൽ ബിലീഫ് വേണം. നമുക്ക് കമ്പനിയിൽ ബിലീഫ് വേണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബിലീഫുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ബിലീഫ് ഉണ്ട്, പ്രോഡക്റ്റിൽ ബിലീഫ് ഉണ്ട്, ഇൻകം പ്ലാനിൽ ബിലീഫ് ഉണ്ട്, അപ്ലൈൻ ലീഡേഴ്സിൽ ബിലീഫ് ഉണ്ട്, കൺസെപ്റ്റിലും ബിലീഫ് ഉണ്ട്. നമുക്ക് സ്വയം വിശ്വാസം ഇല്ലെങ്കിലോ, സ്വയം ബിലീഫ് ഇല്ലെങ്കിലോ, ഇതെല്ലാം ചേരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 49% വരിക. ബാക്കി 51% ബിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം. ചില ആളുകളൊക്കെ നിങ്ങൾ പ്ലാൻ കൊടുത്തു കഴിയുമ്പോൾ കാണില്ലേ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു, ഒരു 4 ആളെ കണ്ടു, അല്ലെ 10 ആളെ കണ്ടു, ആ 10 ആള് നോ പറഞ്ഞു, അയാളും പരിപാടി നിൽക്കും. അങ്ങനെയുള്ള ആളുകൾ, സ്വയം വിശ്വാസമില്ലാത്ത ആളുകൾ. ഇപ്പൊ ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടായ കാരണങ്ങൾ, ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം 10-32 പേർക്ക് പ്ലാൻ കൊടുത്തു, എന്നിട്ട് എനിക്ക് ആരും അസോസിയേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ 10 ആൾക്ക് പ്ലാൻ കൊടുത്തപ്പോഴോ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ 13 ആളുകൾക്ക് ഞാൻ ഹോം മീറ്റിംഗ് ചെയ്തപ്പോഴോ, ഞാനൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെങ്കിൽ, ഒരു ബിലീഫ് ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ അവിടെ നിർത്തിപ്പോണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായി, ഉയർച്ച താഴ്ചകൾ പലതവണ ഉണ്ടായി. ആ സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ ബിസിനസ് നിർത്തിപ്പോയായിരുന്നു. പക്ഷെ ഞാൻ കാണുന്നത് ഇതിന്റെ ഭാവിയിലേക്കുള്ള ഇതിന്റെ സാധ്യതകളാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ കമ്പനിയിൽ വിശ്വാസം വേണം. കമ്പനിയിൽ വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ കമ്പനി ഒരു ISO 9001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഏറ്റവും നല്ല കമ്പനികൾക്ക്, ഏറ്റവും നല്ല മാനേജ്മെന്റിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ISO 9001 2015 സർട്ടിഫിക്കറ്റ്.
അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മളുടെ സയന്റിസ്റ്റുകൾ TB അനന്തനാരായണ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഏകദേശം 48 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആയുർവേദത്തിലെ കുലപതി എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയൊക്കെ ഉള്ള അതിനകത്ത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ KK രാജേഷ്, അതുപോലെ തന്നെ KC ഗൗഡൻ, ഇതുപോലെയുള്ള ഒരുപാട് സയന്റിസ്റ്റുകളില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല R&D ഡിവിഷനാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി. അതുപോലെ തന്നെ നമ്മൾ ഇൻകം പ്ലാനിനെ കുറിച്ച് ചോദിച്ചൊക്കെ ഡെയിലി, വീക്കിലി, മന്ത്ലി, ഡെയിലി റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കാം. അതുപോലെ വീക്കിലി നമുക്ക് 2,10,000 രൂപ ഒരു ഐഡിയിൽ നിന്ന് ലഭിക്കുന്ന, അതിൽ എവിടെ നോക്കിയാലും, ഏതൊരു പഞ്ചായത്തിൽ നോക്കിയാലും, ഏതൊരു ഗ്രാമത്തിൽ നോക്കിയാലും ഇന്ന് നമ്മളെ സംബന്ധിച്ചും മൈ ലൈഫിന്റെ ഒരു അച്ചീവർ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. പണ്ടൊക്കെ ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു അച്ചീവറെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ബ്രിട്ടനിലേക്കോ ഒക്കെ കൈ ചൂണ്ടണമായിരുന്നു. അവിടെ ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്, അയാൾക്ക് സ്വന്തമായിട്ട് ജീപ്പ് ഉണ്ട്, അയാൾക്ക് സ്വന്തമായിട്ട് ലംബോർഗിനി പോലെയുള്ള കാർ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയണമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് താമരശ്ശേരിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബെല്ലി സാറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. വയനാട്ടിലൊക്കെ ആണെങ്കിൽ വേറെ ടീമിലാണെങ്കിലും പ്രസാദ് സാറിനെ പോലെയുള്ള വലിയ അച്ചീവേഴ്സിനൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് വേറെ ഒരു കമ്പനിക്കും, നിങ്ങൾ എടുത്തു നോക്കിയ വേറെ ഏത് കമ്പനിക്കാണ് അങ്ങനെ ലീഡേഴ്സിനെ കാണിച്ചു കൊടുക്കാനുള്ളത്, അങ്ങനെ വലിയ വലിയ അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാനുള്ളത്? ഇതൊരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴത്തേനും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ലീഡേഴ്സ് ആയി മാറുന്ന ഒരു കാലം വിദൂരമല്ല. അപ്പൊ നമുക്ക് അവിടെ ഡെയിലി, വീക്കിലി, മന്ത്ലി ഒക്കെ വരുമാനം കിട്ടുന്ന ഒരു മഹത്തരമായിട്ടുള്ള പ്ലാനാണ്. ഇപ്പൊ നിങ്ങളൊരു വീക്കിലി ഒരു 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാണ്, എന്നിട്ട് അത് എടുത്ത് റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 3,000 രൂപ അതിൽ നിന്ന് വരുമാനം കിട്ടും. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് 4 ആഴ്ച നിങ്ങൾ റീറ്റെയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12,000 രൂപ ഉണ്ടാക്കാം. എന്നാലോചിച്ച് നോക്കിയ ഒരു സാധാരണയുള്ള ആളുകളൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു 8,000 തൊട്ട് ഒരു 12,000 രൂപയൊക്കെയാണ് വരുമാനം കിട്ടുന്നത്. ഇതിൽ വളരെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇറങ്ങി വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. 10,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലെ ഗ്യാസ് നിറയ്ക്കാൻ, വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ വാങ്ങാൻ, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ, അതുപോലെ തന്നെയുള്ള നമുക്ക് അത്യാവശ്യം ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു പൈസ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഒക്കെ നമുക്കറിയാം, നമുക്ക് റീറ്റെയിലിംഗിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു മഹാപ്രങ്കരാജന്റെ വില എന്ന് പറയുന്നത് 484 രൂപയാണ് അതിന്റെ MRP, 358 രൂപയാണ് അതിന്റെ ഡീലേഴ്സ് പ്രൈസ്. അതായത് നമുക്ക് കിട്ടുന്ന വില, റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 126 രൂപയാണ്. അതുപോലെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, അതിന് 374 രൂപയാണ് വില, 275 രൂപയാണ് DP, 99 രൂപ നമ്മളെ മാർജിനുണ്ട്. നമുക്ക് മുടക്കുമുതൽ എന്ന് പറയുന്നത് 858 രൂപ, 633 രൂപയാണ് നമ്മൾ മുടക്കുമുതൽ വരുന്നത്. അതിന്റെ MRP എന്ന് പറയുന്നത് 858 രൂപയാണ്. നമുക്ക് ഈ 2 പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ പോലും 225 രൂപ ലാഭം കിട്ടും. നമ്മളൊരു ദിവസം ഒരു 10 സെയിൽ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിന് ഒരു 2,250 രൂപ വെച്ച് കിട്ടും. അങ്ങനെ നമ്മൾ 30 ദിവസം സെയിൽ ചെയ്യുകയാണെങ്കിൽ 67,500 രൂപ നമുക്ക് അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സെയിൽസ് ടേൺ ഓവർ ബോണസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 10,000 BV മാച്ച് ചെയ്യുകയാണെങ്കിൽ 1,200 രൂപ കിട്ടും. 20,000 BV മാച്ച് ചെയ്യുകയാണെങ്കിൽ 2,400 രൂപ കിട്ടും. 1 ലക്ഷം 2 ലക്ഷം BV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 12,000 രൂപ കിട്ടും. 5 ലക്ഷവും 4 ലക്ഷം മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ലീസ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കുക. ആ പഴയ 1 ലക്ഷം കൂടെ കൂട്ടി അങ്ങനെ 5 ലക്ഷം മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 12% 60,000 രൂപ കിട്ടും. അതുപോലെ 10 ലക്ഷം BV മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 12% 1,20,000 രൂപ നമുക്ക് ആഴ്ച വരുമാനമായിട്ട് കിട്ടും. ഈ വരുമാനം വരെ വാങ്ങിയ ഒരാളാണ് ഞാൻ. ഇനി 17 ലക്ഷം BV ഓർഗനൈസേഷൻ 1-ലും 17 ലക്ഷം BV ഓർഗനൈസേഷൻ 2-ലും നടക്കുമ്പോൾ 2,10,000 രൂപ ആഴ്ച വരുമാനമായിട്ട് നമുക്ക് ലഭിക്കും. ഇത് നമുക്കറിയാം. നമുക്ക് ഇതിന്റെ സെയിൽസ് ടേൺ ഓവർ ബോണസ് കിട്ടുന്ന എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 പേര് നമ്മളെ ടീമിൽ 1,000 BVക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ 12% ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 10 പേര് വീതം 1,000 BVന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 1,200 രൂപ കിട്ടും. 100 പേര് ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം BV മാച്ച് ചെയ്യുകയും അതിന്റെ 100 പേര് 1,000 രൂപയ്ക്ക് വെച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ 1 ലക്ഷത്തി BV മാച്ച് ചെയ്യും. അതിന്റെ 12,000 രൂപ നമുക്ക് ലഭിക്കും.
100 പേര് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, 2000 BVക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് 24,000 രൂപ എന്റെ ക്യാഷ് ആയിട്ട് നമുക്ക് നമ്മളെ സെയിൽസ് ടേൺ ഓവർ ബോണസ് ആയിട്ട് കിട്ടും. 500 പേര് 1000 BVക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 500 × 1000 5 ലക്ഷം BV ആയി. 5 ലക്ഷം BVക്ക് നമുക്ക് 60,000 രൂപ ലഭിക്കും. 1000 പേര് 2000 BVക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20 ലക്ഷം BV ആയി. 20 ലക്ഷം BV ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,10,000 രൂപയാണ്. ശരിക്കും 20 ലക്ഷം BV മാച്ച് ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ 12% കൂടുകയാണെങ്കിൽ നമുക്ക് 2,40,000 രൂപ കിട്ടണം. പക്ഷെ കമ്പനിയുടെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 ലക്ഷം BV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2,10,000 രൂപയാണ് കിട്ടുക. അതിന്റെ മുകളിലേക്ക് എത്ര BV മാച്ച് ചെയ്താലും നമുക്ക് ഒരു സീലിംഗിൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 2,10,000 രൂപയാണ്. നമ്മള് ഈ വീക്കിലി ഇൻകം 2,10,000 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഡേറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഇഫ് യു തിങ്ക് യു ക്യാൻ നമ്മൾ അത് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നേടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ കമ്മിറ്റ്മെന്റ്. എന്തൊക്കെയാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണ്ടത്? കമ്മിറ്റ്മെന്റ് ടു യുവർ ബിസിനസ്. പ്രധാനമായിട്ട് നമ്മുടെ ബിസിനസിനോട് കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് ടു യുവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് അതിനുള്ള കമ്മിറ്റ്മെന്റ് വേണം. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ടു യുവർ ഫാമിലി. കുടുംബത്തോട് നമുക്ക് 100% കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. കമ്മിറ്റ്മെന്റ് ടു യുവർ സെൽഫ്. ഇതൊക്കെയുണ്ട്. ഈ 3 കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബിസിനസ്സിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഡ്രീമിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഫാമിലിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മളിൽ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഈ പറയുന്നതിലൊന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ബിസിനസ്സിനോട് കമ്മിറ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ നമ്മളെ ഡ്രീമിനോട് കമ്മിറ്റ്മെന്റ് വേണം. നമുക്കതൊക്കെ എന്താ പറയാ, നമ്മളത് നേടിയെടുക്കണം എന്നുള്ള 100% ചിന്തയോട് കൂടി നമ്മള് ആ ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമ്മളെ കമ്മിറ്റ്മെന്റ് പൂർണ്ണമാകുന്നത്. പിന്നെ കമ്മിറ്റ്മെന്റ് എന്തൊക്കെയാണ്? അറ്റൻഡ് അറ്റ്ലീസ്റ്റ് 1 GTS ഇൻ എ വീക്ക്. ആഴ്ചയിൽ 1 GTS എങ്കിലും നമ്മൾ നിർബന്ധമായിട്ട്, ഇത് നിർബന്ധമാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കാൻ പോകും. ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയത് എന്തുപോലെ, ഞാൻ ഈ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നതല്ല ഞാൻ കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് കേട്ട് 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 നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞത് കവിയാൻ തുടങ്ങണം. നിങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഈ ബിസിനസ്സിലൊന്നും വന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ സംസാരിക്കുക. പല ആളുകളും സീരിയൽ കണ്ടിട്ട് അമ്മായിയമ്മ കണ്ടിച്ചാരാൻ പോയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ഇത് നിരന്തരം നിങ്ങൾക്ക് നിരന്തരം കേട്ട് ഇത് ഓവർഫ്ലോ ആവണം. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളുടെ വായിൽ നിന്ന് വരുന്നത് നമ്മളെ ബിസിനസ്, നമ്മളെ പ്രോഡക്റ്റ്, നമ്മളെ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് ഇത് തന്നെ ആയിരിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർബന്ധമാണ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് 1 GTS ഇൻ എ വീക്ക്. Bring at least 5 prospects along with you for every GTS. After your ID activation, conduct a home meeting. നിങ്ങളുടെ GTSൽ പോകുമ്പോൾ നിങ്ങൾ കയ്യും വീശി പോകരുത്. നിങ്ങൾ പ്ലാൻ കൊടുത്ത ആളുകളെ വീട്ടിൽ പോയിരിക്കുക. അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സ് മാറിച്ചിട്ട് കൊണ്ടുപോവുക. 2 പേരെ, വലത് കയ്യിൽ ഒരാളെ ഇടത് കയ്യിൽ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോ ഈ ഇരിക്കുന്ന നമ്മളുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ 380 പേരുണ്ട്. ഈ 380 പേരിൽ ആരെങ്കിലും ഒരാൾ സ്വയമായിട്ട് ഞാൻ മൈ ലൈഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞ് വന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഇതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി കഥ പറയാനുണ്ടാവും. നിങ്ങൾ എന്താ പറയാ, ലീഡേഴ്സ് വീടിന്റെ മുന്നിൽ കൂടെ വന്നപ്പോ അടുക്കള വാതിൽ കൂടെ ഇറങ്ങി ഓടിയ ആൾക്കാർ ഇറക്കുന്നതിന്റെ അകത്തുണ്ടാവും. നിങ്ങളുടെ ഒക്കെ ഒരു സ്റ്റോറി പറയുന്ന കാലത്ത് അതൊക്കെ നിങ്ങൾ പറയും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ചൊക്കെ വലിയ നമ്മളെ എന്താ പറയാ, ഈ ലോകത്ത് നിന്ന് നമ്മൾ അറിയപ്പെടുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിനെ പോലുള്ള ആളൊക്കെ എങ്ങനെ വിജയിച്ചത്? അദ്ദേഹം നമ്മളുടെ കറണ്ടിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ പറയുന്ന സാധനം V-ഗാർഡിന്റെ ആ ചെറിയ പെട്ടി ഉണ്ടാക്കിയിട്ട് എറണാകുളം ടൗണിലൂടെ സ്കൂട്ടറിന്റെ പുറകിൽ, വെസ്പ സ്കൂട്ടറിന്റെ പുറകിൽ വെച്ചിട്ട് എത്രയോ ആളുകൾ അയാളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതിന് വില കൂടുതലാണ്, ഇത് ആവശ്യമുള്ള ഒരു സാധനം അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ പുസ്തകം മലയാളത്തിൽ വായിക്കാൻ കിട്ടും, വാങ്ങി വായിക്കേ. നമ്മൾ ഇവിടെ 10 പേരെ കാണുമ്പോഴത്തേനും നോ പറയുന്ന ആൾക്കാര് ഇന്ന് വിജയിച്ച ആളുകളൊക്കെ എങ്ങനെയാണ് വിജയിച്ചതെന്ന് അറിയാമെങ്കിൽ അവരുടെ ജീവിത കഥകള്, എല്ലാ ജീവിത കഥകളും ഇന്ന് മലയാളത്തിൽ വാങ്ങാൻ കിട്ടും. ചെറിയ പൈസയുള്ളൂ, 500 രൂപ താഴെ ഈ പുസ്തകങ്ങൾക്കൊക്കെ വരുന്നത്. വായിക്കേ. എന്നിട്ട് നമ്മൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ മനോഭാവം മാറ്റുക. എന്നിട്ട് നമ്മൾ ഒരിക്കലും നിങ്ങൾ GTSന് പോകാതിരിക്കരുത്. നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും GTS പോകണം. പോകുമ്പോൾ കൂടെ ആളുകൾ.
ആഫ്റ്റർ യുവർ ഐഡിയ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ്, 5000 രൂപയ്ക്ക് G75 പർച്ചേസ് ചെയ്താലാണ് നമുക്ക് നമ്മൾ ഐഡിയ ആക്ടിവേഷൻ ആവുക. ഐഡിയ ആക്ടിവേഷൻ ആയതിനു ശേഷം നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതും നിർബന്ധമാണ്. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കമ്മിറ്റ്മെന്റ്. ആഫ്റ്റർ ഗെറ്റിംഗ് യുവർ ഫസ്റ്റ് ഇൻസെന്റീവ് കണ്ടക്ട് സെലിബ്രേഷൻ മീറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സെലിബ്രേഷൻ മീറ്റ് വെക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് 450 രൂപയല്ലേ, എന്ത് സെലിബ്രേഷൻ മീറ്റ് വെക്കാനാണ്? ഇങ്ങനെയാണ് ഒരു ചിന്തയുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ 2,10,000 രൂപ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ ആഘോഷിക്കാൻ പറ്റാത്ത ആളുകൾ നാളെ ആവട്ടെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ സമ്പാദിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നാളെ എനിക്ക് വലിയ വരുമാനം വന്നാൽ ഞാൻ വലിയ സമ്പാദ്യം ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇന്ന് 100 രൂപ കിട്ടുമ്പോൾ അല്ലെങ്കിൽ 10 രൂപ കിട്ടുമ്പോൾ അതിന് 1 രൂപ മാറ്റി വെക്കുന്ന ആളുകളാവുക. 10 രൂപ കിട്ടുമ്പോൾ 1 രൂപ മാറ്റി വെക്കാൻ ഇന്ന് കഴിയാത്തവന് നാളെ 10 ലക്ഷമോ 10 കോടിയോ കിട്ടിയിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് നാനാവിധത്തിലേക്ക് നാനാ വഴിക്ക് പോകും. നമ്മൾ ഈ ലോട്ടറി അടിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? 4 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ പോപ്പറായി പോകുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയില്ല. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ 100 രൂപ നിങ്ങൾക്ക് 450 രൂപ ഇൻസെന്റീവ് കയറി, 450 രൂപ കയറിയിട്ട് അതിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 400 രൂപ കിട്ടുന്നെങ്കിൽ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 40 രൂപയുണ്ട്. ആ 40 രൂപ നിങ്ങൾ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇങ്ങനെ ആഴ്ചയിലൊക്കെ വരുന്ന നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ 10% മാറ്റി വെച്ച് നോക്കി. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എത്ര? 360 രൂപ എനിക്ക് വരുമാനം കിട്ടിയിട്ടുള്ളൂ. 400 കിട്ടിയിട്ടില്ല. 360 രൂപയെ കിട്ടിയിട്ടുള്ളൂ. 400 കിട്ടി, 40 രൂപ ആദ്യം മാറ്റുക. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരെ ഉൾട്ടയാണ്, നേരെ തിരിച്ചാ ചെയ്യുന്നത്. കിട്ടിയതിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള, കഴിഞ്ഞ മാസം കടം വാങ്ങിയത് കൊടുത്തു, സാധനങ്ങളൊക്കെ വാങ്ങി, 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പാപ്പരായി. പിന്നെ കടം വാങ്ങി അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ഇന്ന് കിട്ടുന്നതിൽ നിന്നും മാറ്റിവെക്കാൻ കഴിയാത്തവന് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ, ഈ 2025 ജനുവരിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ മാസം 2ാമത്തെ ആഴ്ച. ഇന്ന് തൊട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കി. എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ ഞാനൊന്ന് നിങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയാ, സാറേ എന്റെ സമ്പാദ്യം ഇത്രയായിട്ടുണ്ട്, എനിക്ക് 10,000 ആയിട്ടുണ്ട്, എനിക്ക് 15,000 ആയിട്ടുണ്ട്, എനിക്ക് 50,000 ആയിട്ടുണ്ട്, എനിക്ക് 1 ലക്ഷം ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വരുന്ന വരുമാനത്തില് ആ കിട്ടിയതിൽ നിന്ന് 10% കുറച്ചിട്ട് കണക്കൂട്ടാ. 10% നമ്മൾ മാറ്റുക. അതിനു വേണ്ടിയിട്ട് ATM ഒന്നും ഇല്ലാത്ത, ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം. ATM ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി വലിക്കൂലോ. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് പച്ചക്കറി വാങ്ങാനൊക്കെ ട്രാൻസ്ഫർ ചെയ്യൂലോ. ഇതൊന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് നിങ്ങൾ തുടങ്ങാം. എന്നിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലാന്ന് ചിന്തിക്കുക. ബുധനാഴ്ച വൈകുന്നേരം ക്യാഷ് കയറിയാൽ ഫസ്റ്റ് നിങ്ങൾ അതിലേക്ക് 10% മാറ്റുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ, ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വലിയ തുകയായി മാറും. ഉറുമ്പുകൾ ധാന്യം ശേഖരിക്കുന്നത് പോലെ. കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ ധാന്യം ശേഖരിക്കുന്ന? പല ഉറുമ്പുകളും പല സ്ഥലത്തുനിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് അവരുടെ കൂട്ടിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ അതൊരു വലിയ ഒരു കൂമ്പാരമായി മാറണം. കാരണം മഴക്കാലത്തൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറുമ്പുകൾ ധാന്യം ശേഖരിക്കുന്നത് മാതിരിയാണ് നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എന്താ? 2,10,000 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു തുക മാറ്റി വെക്കൂട്ടോ, അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യൂട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ. ആഫ്റ്റർ റൂബി റാങ്ക് അറേഞ്ച് എ കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ. വീട്ടിൽ നമ്മൾ റൂബി റാങ്ക് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും വാങ്ങണ്ട, സാധാരണ ഒരു പ്ലം കേക്ക് വാങ്ങും. ചെറിയൊരു 1/2 കിലോന്റെ 1 കിലോന്റെ ഒരു പ്ലം കേക്ക് ഒക്കെ വാങ്ങിയിട്ട് വീട്ടില് അയൽവക്കക്കാരൊക്കെ കൂട്ടിയിട്ട് ഒരു നമ്മൾ ഒരു വലിയ വിജയമായതാണ്. 1 ലക്ഷം BV മാച്ച് ചെയ്ത ആളുകളാണ് നമ്മൾ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ നടത്തുക. അറ്റൻഡ് മിനിമം 1 RTP ഇൻ എ ഇയർ. വർഷത്തിൽ നിങ്ങൾ മിനിമം 1 RTP എങ്കിലും അറ്റൻഡ് ചെയ്യണം. സാറേ ഞാൻ 4 RTP അറ്റൻഡ് ചെയ്താണ്, ഇനി അറ്റൻഡ് ചെയ്യണം. ഇതിന്റെ അപ്ഡേഷൻ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ലീഡേഴ്സിന്റെ അടുത്തുള്ള പുതിയ എക്സ്പീരിയൻസ് കിട്ടും. പുതിയ ആളുകളായിരിക്കും RTPക്ക് വരുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരു RTP നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം. എവിടെ 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അറ്റൻഡ്. അതിൽ ലിമിറ്റേഷനേ ഇല്ല. അതിൽ നമ്മൾ ടീമിനെ പങ്കെടുക്കും. അറ്റൻഡ് FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. അത് എവിടെ കിട്ടിയാലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഈ കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കമ്മിറ്റ്മെന്റ് 100% കമ്മിറ്റ്മെന്റ് ഉണ്ട്, കമ്പനിയിൽ ഒരു 10% ബിലീഫ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? റിസൾട്ട് 0 ആയിരിക്കും. ഇനി കമ്മിറ്റ്മെന്റ് 0 ആണ്. പറയുന്ന പണിയൊന്നും, ലീഡേഴ്സ് പറയുന്ന പണികൾ ഒന്നും ചെയ്യില്ല. 100% ബിലീഫ് ഉണ്ട്. റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും.
ഇനി 100% കമ്മിറ്റ്മെന്റ് ഉണ്ട്, 100% ബിലീഫ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ട്. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 100% അനുസരിക്കാൻ പഠിക്കുക. നമുക്ക് ആകെ ഇല്ലാത്തൊരു സാധനം അതാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും സ്ഥിതി, ടീച്ചേഴ്സ് നമ്മളോട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് നമ്മള് മാതാപിതാക്കൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കേണ്ടി വന്നത്. അതേസമയം ഇന്ന് നമ്മളെ ലീഡേഴ്സ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ തയ്യാറാവുക. കണ്ണടിച്ച്, കാരണം എന്താ, അവരൊക്കെ വിജയിച്ച ആളുകളാണ് നമ്മളോട് പറയുന്നത്. ഈ വഴിക്ക് നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ആരാ സുഹൃത്തുക്കളെ പറഞ്ഞു തരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന കൗൺസിലിംഗ് ആണ്. നമ്മൾ ആലോചിച്ച് നോക്കി അല്ലെ, എന്തൊക്കെ കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻസിന് കൗൺസിലിംഗ്, മറ്റുള്ളവർക്ക് ജോലിക്കാർക്ക് കൗൺസിലിംഗ്. കാരണം എന്താ, എല്ലാവരും മാനസിക പിരിമുറുക്കത്തിലും വിഭ്രാന്തിയിലും ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കൗൺസിലിംഗ് കിട്ടുന്നില്ലേ? നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രോബ്ലം വന്നാൽ പോലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നില്ലേ? ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിനെ നമുക്ക് എവിടെ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പരസ്പരം, അതായത് നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങളുടെ വിജയങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ലീഡേഴ്സിനെ നിങ്ങൾക്ക് എവിടെ കിട്ടും? പരസ്പരം പാരവെക്കുന്ന, രാഷ്ട്രീയത്തിലാവട്ടെ സാമൂഹ്യ തലത്തിലാവട്ടെ എവിടെയും പാരവെക്കുകയും മറ്റുള്ളവരെ വലിച്ചു താഴെ ഇടാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും നല്ലൊരു സമൂഹം വേറെ എവിടെ കിട്ടും? നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതൊക്കെ ഇതായി കഴിഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് യുവർ സക്സസ്ഫുൾ അപ്ലൈ ലീഡർ. അത് പ്രധാനമായിട്ട് പറയുന്ന കാര്യം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡറെയാണ്. നിങ്ങളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളെ അല്ല. നിങ്ങളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആള് ചിലപ്പോ ബിസിനസ്സിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ട് അയാളെ പണിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ലീഡർ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കൊരു മെന്ററെ നിങ്ങൾ ഈ ബിസിനസ്സിൽ തിരഞ്ഞെടുക്കണം. ഒരു മെന്റർഷിപ്പിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കൂ. അപ്പൊ നിങ്ങളൊരു മെന്ററെ തിരഞ്ഞെടുക്കും. അങ്ങനെ നിങ്ങളൊരു മെന്ററെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർ. ബി എ ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ. നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ടുള്ള ലീഡറുമായി മാറണം. നമ്മളെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ആ ആളെ പോലെ ആ ലീഡറായി മാറണം എന്നുള്ളൊരു ചിന്തനം. പീപ്പിൾ വിൽ ആൾവേസ് ഡു വാട്ട് യു ഡു, നോട്ട് വാട്ട് യു സേ. ഇന്ന് അത് ഒരു പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യമാണ്. പീപ്പിൾ വിൽ ആൾവേസ് ഡു വാട്ട് യു ഡു, നോട്ട് വാട്ട് യു സേ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളെ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പ്ലാൻ കൊടുക്കുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് വന്നാൽ നിങ്ങളുടെ ടീം അത് ചെയ്യും. ഇല്ല, നിങ്ങൾ മോർണിംഗ് മീറ്റിലൊക്കെ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇന്ന് 10 പ്ലാൻ കൊടുക്കണോട്ടോ, നിങ്ങൾ എത്ര സെയിൽ എടുക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതേ മാത്രം കൊടുക്കും. അവരും അത് പറയും. ലാസ്റ്റ് നമ്മൾ വെള്ളിയാഴ്ച നോക്കുമ്പോൾ നമ്മളുടെ PV എന്ന് പറയുന്നത് 000 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമാണ് നമ്മളെ ടീം ചെയ്യുക. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു 7 സ്റ്റെപ്പും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഏകദേശം നമ്മളെ സമയം ആയതുകൊണ്ട്. സമയം കൂടുതൽ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ മാഡം? സമയം നമുക്ക് 7 മണിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ 7 സ്റ്റെപ്പും കൂടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഫൈൻഡിങ് പ്രോസ്പെക്ട്സ്, ഇൻവൈറ്റിംഗ് പ്രോസ്പെക്ടിങ്, ഫോളോ അപ്പ്, ക്ലോസിംഗ്, ഗെറ്റിംഗ് പീപ്പിൾ സ്റ്റാർട്ടർ, ഈവൻസ്. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് എങ്കിൽ കൂടി ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു എന്നെ ബിസിനസ്സിൽ കൊണ്ടുവന്ന എന്റെ ലീഡർ ചെയ്ത കാര്യങ്ങൾ. ഇത് ഒന്ന്, നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്നുകിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാൾ ബിസിനസ്സിൽ വരണം. ഇതായിരിക്കണം നമ്മുടെ കുറേ നെഗറ്റീവുകൾ പറയും. പക്ഷെ നിങ്ങൾ പ്ലാൻ കൊടുത്ത ആർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ലാത്തതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ 5% വരുന്ന സമൂഹത്തിലെ 5% വരുന്ന വ്യവസായികൾക്കാർക്കും നിങ്ങൾ പോയിട്ട് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിക്കോ അല്ലെങ്കിൽ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ മുതലാളിക്കോ മലബാർ ഗോൾഡിന്റെ മുതലാളിക്കോ നിങ്ങൾ പോയി പ്ലാൻ കൊടുത്തിട്ടല്ലോ. നിങ്ങൾ പ്ലാൻ കൊടുത്തത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്കാണ്, ജോലിക്കാരായിട്ടുള്ള ആളുകൾക്കാണ്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇവരൊക്കെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? പണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, ഇന്നത്തെക്കാൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മൾ പ്ലാൻ കൊടുത്തത് മുഴുവൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ള ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒന്നുകിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവരൊരു മനസ്സിലാവേണ്ട മൂഡിലല്ല അന്നേരം ഇരുന്നിരുന്നത്. വേറെന്തൊക്കെയോ ഒരു ഹർബറിയിൽ ഇരുന്ന സമയത്തായിരിക്കും നമ്മൾ ഒരുപക്ഷെ അവരോട് പോയി പറഞ്ഞതോ ഫോളോ അപ്പ് ചെയ്തതോ. നാളെ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇന്നല്ലെങ്കിൽ അവൾ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൂടെ ബിസിനസ്സിൽ വരുമെന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം.
നിരന്തരം ഫോളോ അപ്പ് ചെയ്യണം. അതിന് ചളിപ്പുണ്ടാവാൻ പാടില്ല. ഞാൻ 10 പ്രാവശ്യം അവന്റെ വീട്ടിൽ പോയതല്ലേ, ഞാൻ 20 പ്രാവശ്യം പോയതല്ലേ, ഇനി അവൻ പോകുമ്പോ എന്ത് വിചാരിക്കും? നിരന്തരം ഇങ്ങനെ പോകുമ്പോ അവൻ എന്താണ് വിചാരിക്കുക? ഈ 2-3 തവണ, ആദ്യത്തെ 2-3 തവണ പോകുമ്പോഴേ അവർക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മളോട് നെഗറ്റീവ് സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ മുഴുവൻ ഉണ്ടാവുന്ന എക്സ്ക്യൂസുകളാണ്. എക്സ്ക്യൂസുകൾ എന്തൊക്കെയാ? എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് പണം ഒന്നാവട്ടെ. ഇതൊക്കെ എപ്പോഴെങ്കിലും ഇവന്റെ വീടിന്റെ അടുത്ത് വേറൊരുത്തൻ ചെയ്ത് സക്സസ് ആയി കാണുമ്പോൾ അപ്പോ എനിക്കും ആ ബിസിനസ് ചെയ്യായിരുന്നു എന്നുള്ള തോന്നൽ വരിക. ആ സമയത്ത് നമ്മളുടെ കയ്യിലാണ് ആ പ്രോസ്പെക്റ്റുമായിട്ടുള്ള ബന്ധം ഉള്ളതെങ്കിൽ അയാൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വേറെ നമ്മൾ ഈ 99% ചെയ്തു വെച്ച പണിയും വെറുതെ ആവുകയും 1% പണി, അതായത് കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരാളുടെ കൂടെ അയാൾ അസോസിയേറ്റ് ചെയ്യും. അയാൾ വലിയ കോടിക്കണക്കിന് ഓഡിയം തരുന്ന ഒരു വലിയ മിഷ്യനായിട്ട് മാറി. കോടിക്കണക്കിന് വരുമാനം തരുന്ന വലിയൊരു മിഷ്യനായിട്ട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ട് അയാൾ മാറും. അങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട്, എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, പ്ലാൻ കൊടുക്കുന്നതല്ല ഇമ്പോർട്ടന്റ്, 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. ഫോളോ അപ്പ് ആണ് ഇതിനകത്തെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുക കൃത്യമായിട്ട്. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.